ഇന്ത്യയുടെ പ്രസിഡന്റ് വില കൽപ്പിക്കാത്ത പ്രധാനമന്ത്രി ഭരിക്കുന്ന നാടാണിത്. അതിൽ കൂടുതൽ ഉത്തരം ഇവർക്ക് വേണോ? എന്താ ഇന്ത്യയുടെ എന്താ ഒന്ന് പറഞ്ഞേ. ഇവര് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ട് കാശ്മീരിൽ PDP ആയിട്ട് ഭരണം നടത്തിയവരാണ് ഇവരാണ് ഇവിടെ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത്. PDP ആയിട്ട് അധികാരത്തിൽ വരാൻ ആരെ ചെരുപ്പ് നോക്കും BJP. പേരല്ല പ്രശ്നം. മുസ്ലിങ്ങൾ BJPയുടെ നേതാക്കന്മാരാണ്. ആവശ്യത്തിന് മുസ്ലിം നേതാക്കന്മാർ BJPയിലുണ്ട്. നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാനല്ല. നമ്മൾ വോട്ടർമാരെ കഴിഞ്ഞ 3 ടൈം ഇവിടെ കൊടിക്കുന്നിൽ സുരേഷും അതിനു മുമ്പ് ഇവിടുത്തെ CPM അടക്കമുള്ള LDF പാർട്ടികളും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഭരിച്ചിട്ട് ഇവിടെ എന്തൊക്കെ പുരോഗതി കൊണ്ടുവന്ന് പറയണവർ. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തെ നശിപ്പിച്ച് നാരായണക്കല്ല് വരുത്തിയ ഇവർ രണ്ടുപേരും ഒഴിഞ്ഞു പോകേണ്ടതാണ്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ LDF UDF മാവേലിക്കര മണ്ഡലത്തിൽ യാതൊരു കാലത്തും സീറ്റ് എടുക്കേണ്ട കാര്യമില്ല. LDF UDF മാവേലിക്കര മണ്ഡലത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം എന്താണ് പറഞ്ഞോ? എന്തോ ചേട്ടൻ കുറച്ച് എന്തോ കാര്യം പറയാതിരിക്കുന്നല്ലോ, പറഞ്ഞോ. പ്രിയ ഗോവൻ ചേട്ടാ, ഇത്രയും നാളും നിങ്ങൾ ഈ ചോദിച്ച ഉത്തരം തന്നെ അല്ല, ഒരു ബഹളവും ഇല്ല ഗോവൻ ചേട്ടാ, ഒരു ബഹളവും ഇല്ല, ഒരു ബഹളവും ഇല്ല ഗോവൻ ചേട്ടാ. ഈ നിൽക്കുന്ന 3 പേര് മര്യാദയുടെ വാക്കിന്റെ അർത്ഥം അറിയോ? മര്യാദയുടെ വാക്കിന്റെ അർത്ഥം അറിയോ? പ്രിയ ഗോവൻ ചേട്ടാ, ഗോവൻ ചേട്ടന് ഞാനിവിടെ ഒരു 15 വർഷത്തെ ബന്ധമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ബൈജു കലാശാലയെ കുറിച്ച് ഗോവൻ ചേട്ടൻ ഇനിയും ഒരുപാട് നന്മ പറയല്ലേ. ഈ ഗോവൻ ചേട്ടൻ തന്നെ വളരെ മോശമായി സംസാരിച്ച റെക്കോർഡിംഗ് വേണം ഞാൻ കേൾപ്പിക്കാം. മോശമായ കാര്യങ്ങൾ വേറെ ഒരാളും പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് കൊടുക്കും സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ഇത്രയും മോശമായ പ്രസ്താവന ജെയിംസ് നമ്മൾ വോട്ടർമാരുടെ പ്രതികരണം എടുക്കുമ്പോൾ നോക്കൂ, LDF